ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീനു സ്റ്റോക്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിരിക്കുന്നത് സിമ്പിൾ ആയിട്ട് ഏത് ആൾക്കാർക്കും കൊച്ചു കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെയർ ബോയുടെ മേക്കിംഗ് വീഡിയോ ആണ്. ജസ്റ്റ് ഇങ്ങനെ നമ്മൾ കയറ്റി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഒരു ഹെയർ ബോ നമുക്ക് സെറ്റ് ആക്കി കിട്ടുന്ന ഒരു അടിപൊളി ഹെയർ ബോയുടെ മേക്കിംഗ് വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മളിവിടെ കമ്പിയുടെ ഒരു ഹെയർ ബോ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ കുറച്ച് ബീഡ്സ് എടുക്കുന്നുണ്ട്. കളറുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ബീഡ്സാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ 2 ഹെയർ ബോ എടുത്തിട്ടുണ്ട്. നമ്മൾ 3 ഹെയർ ബോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ 3 ഹെയർ ബോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കമ്പിയുടെ ഹെയർ ബോയുടെ ഈ ഒരു അടിവശത്താണെങ്കിൽ ബൾബ് പോലെ ഇരിക്കുന്നൊരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു സാധനം നമ്മൾ പ്ലെയർ വെച്ച് കളഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒരു പശ ഇങ്ങോട്ട് ആഡ് ചെയ്തിട്ട് ഒരു വശത്ത് പശ ആഡ് ചെയ്തിട്ട് ഒരു ബീഡ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഒരു സൈഡിൽ കൂടെ നമ്മളിങ്ങനെ ബീഡ്സ് എല്ലാം ഇട്ടിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ബീഡ്സ് എന്ന് പറഞ്ഞേക്കുന്ന വൈറ്റ് പ്ലാസ്റ്റിക്കിൻ്റെ ബീഡ്സ് ആണ്. അപ്പം അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കയറ്റി ഇങ്ങനെ കുറേ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. എന്നിട്ടൊരു പകുതി പോർഷൻ എത്തിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു വലിയൊരു വൈറ്റിൻ്റെ ബീഡുണ്ട്. അത് എനിക്കൊന്ന് 30 രൂപയുടെ പാക്കറ്റാണെന്ന് ഞാൻ വാങ്ങിച്ചതെന്ന് തോന്നുന്നു. അപ്പോൾ ഇതെല്ലാം ഞാൻ വാങ്ങിച്ചിരിക്കുന്ന സ്റ്റോർ എന്ന് പറഞ്ഞേക്കുന്നത് നമ്മുടെ അടൂരുള്ള മോട്ടി എന്ന് പറഞ്ഞ ഒരു സ്റ്റോറിൽ നിന്നാണ്. അവിടെ മിക്കവാറുമുള്ള എല്ലാ ഹെയർ അക്സസറീസിൻ്റെയും ആ ഒരു സംഭവങ്ങളെല്ലാം നമുക്ക് കിട്ടും. ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പം അത് അവിടെ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പം നമുക്കത് സിമ്പിളായിട്ട് നമുക്ക് വെറും ഒരു 1-2 മിനിറ്റിനുള്ളിൽ നമുക്ക് ഈ ഒരു ഹെയർ ബോ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം പ്ലെയിൻ ആയിട്ടുള്ള ഇങ്ങനത്തെ ഹെയർ ബോസൊക്കെ ഈ ഒരു ഹെയർ ബോയുടെ പ്ലെയിൻ ആ ഒരു സംഭവം ഞാൻ നമ്മൾ കേട്ടിരുന്ന ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഹെയർ ബോ വാങ്ങിച്ചത് ഇവിടെ അടുത്തുള്ളൊരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പം അല്ലാതെ നമുക്ക് അങ്ങനത്തെ ഹെയർ ബോസൊക്കെ എനിക്ക് തോന്നുന്നു ഈ ജൂവലറീസൊക്കെ അല്ലാതെ കമ്മൽ മാലയൊക്കെ വിൽക്കുന്ന കടകളിലൊക്കെ ഇങ്ങനത്തെ പ്ലെയിൻ ആയിട്ടുള്ള ഹെയർ ബോ ഞാൻ അങ്ങനെ ഒരു കടയിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. ഇവിടെ തൊട്ടടുത്ത് തന്നെ വടശ്ശേരിക്കൽ തന്നെ തൊട്ടടുത്തുള്ള കടയിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പം ഞാനിങ്ങനെ കുറേ ബീഡ്സ് ഇങ്ങനെ ഇട്ടിങ്ങനെ കൊടുക്കുന്നുണ്ട്. ലാസ്റ്റിലാണെങ്കിൽ അപ്പുറത്തെ പോർഷൻ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ ഇപ്പുറത്തെ പോർഷനിൽ ഞാനിങ്ങനെ പശ വെച്ചിങ്ങനെ ഒട്ടിച്ചിങ്ങനെ കൊടുത്തിട്ട്, അപ്പം ഫെവി ബോണ്ട് തന്നെ ഉപയോഗിക്കണമെന്നൊന്നുമില്ല. നമുക്ക് കംഫർട്ടബിളാണ്. നിങ്ങൾക്ക് പശ ഒട്ടിച്ചിട്ട് ഏത് പശയാണോ ഒട്ടുന്നത് അതിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് ഇതുപോലെ ഇപ്പോൾ രണ്ടാമത്തെ ഞാൻ അതുപോലെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലത്തെ ഹെയർ ബോസൊക്കെ ആകുമ്പോൾ അധികം വർക്കുകളും കാര്യങ്ങളും ഒന്നുമില്ല. സ്കൂളിലൊക്കെ പോകുമ്പോഴും നമുക്കിങ്ങനെ വെച്ചുകൊണ്ട് പോകാവുന്നതാണ്. അതുപോലെ തന്നെ കളർ ഡ്രസ്സിൻ്റെ കൂടെയും ഒക്കെ നമുക്ക് വൈറ്റ് ഡ്രസ്സിൻ്റെ കൂടെയും ഒക്കെ നമുക്ക് ഇടാൻ പറ്റുന്നതാണ്. അപ്പം താല്പര്യമുള്ളവരൊക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സിമ്പിളായിട്ട് ഇപ്പം നമുക്കിങ്ങനെ ഗ്ലിറ്റർ ഷീറ്റിൽ നമുക്കിങ്ങനെ ബട്ടർഫ്ലൈയും ഫ്ലവറും ഒന്നും നമുക്ക് ഉണ്ടാക്കാനൊന്നും അറിയത്തില്ല. അഥവാ ഉണ്ടാക്കിയാൽ തന്നെയും അത് വലിയ രസമൊന്നും ഇല്ലാതെ വരികയാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ വെച്ച് ഹെയർ ബോ സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം മറ്റേതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ ചെയ്ത് നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടിയെങ്കിൽ നമുക്ക് ആ ഒരു പെർഫെക്ഷൻ വരത്തുള്ളൂ. അപ്പം ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ കണ്ടിന്യൂസ് അങ്ങനെ ചെയ്ത് ആ ഒരു പെർഫെക്ഷൻ കൊണ്ടുവരിക. അപ്പം നമ്മുടെ ഹെയർ ബോയുടെ മേക്കിംഗ് വീഡിയോ ഏകദേശം തീരാറായിട്ടുണ്ട്. സിമ്പിൾ നമ്മുടെ 3 ഹെയർ ബോസാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് പല ബീഡ്സ് കയറ്റിയിട്ട് പല ഡിസൈനിൽ നമുക്ക് ചെയ്തെടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഞാനിപ്പം എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ഡിസൈനിൽ ഞാനിങ്ങനെ ചെയ്ത് നോക്കുന്നേ ഉള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള ഏത് ഡിസൈനിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ. ബീഡ്സൊക്കെ വെച്ചിട്ട് പിന്നെ അല്ലെങ്കിൽ കമ്പിയൊക്കെ വെച്ച് അങ്ങനെയൊക്കെ കെട്ടി അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്കിങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം ഈ ഒരു ഹെയർ ബോ ബിസിനസ് എന്ന് പറഞ്ഞേക്കുന്നത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് അനവധി ആൾക്കാർ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം ഇൻസ്റ്റഗ്രാമൊക്കെ നമ്മൾ തുറന്ന് നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ ഈ ഒരു സംഭവത്തിൻ്റെ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഒന്നുമില്ലെങ്കിലും ചെറിയൊരു വരുമാനം എന്ന നിലയിൽ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. ആദ്യമൊക്കെ ഇപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണെങ്കിലും ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ത്രെഡിൻ്റെ ആംഗ്ലറ്റിൽ നിന്നായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. അപ്പം എനിക്ക് കിട്ടിയ എമൗണ്ടിനെക്കാട്ടിലും കുറച്ച് കൂടുതൽ എമൗണ്ട് ഇപ്പം എനിക്ക് കിട്ടാറുണ്ട്. കാരണം ഇപ്പം ഞാൻ ചെയ്യുന്നത് മാലകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു എഫേർട്ടിനനുസരിച്ചുള്ളൊരു റിസൾട്ട് നമുക്ക് കിട്ടുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നമ്മളിങ്ങനെ ബീഡ്സ് എല്ലാം ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇപ്പം വീട്ടിൽ ജോലിയൊന്നും ഇല്ലാതെ വിഷമിക്കുന്നവർക്കാണെങ്കിലും ഇങ്ങനത്തെ സംഭവം ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ഇട്ട് നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ഇപ്പോൾ ഒരുപാട് അവസരങ്ങൾ ഇങ്ങനെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ കളയാതെ നല്ല രീതിയിൽ ഇത് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം ബീഡ്സ് എല്ലാം നമ്മളിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ
അപ്പോൾ നമ്മുടെ ഹെയർ ബോസ് ഇവിടെ സെറ്റ് ആയി കിട്ടുമ്പോൾ താല്പര്യമുള്ളൊക്കെ ചെയ്ത് നോക്കണേ. ഇന്നത്തെ മേക്കിംഗ് വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു. ബൈ.